ഈ കഴിഞ്ഞ ഓണത്തിന് അബിക്കുട്ടന് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അതറിയാം, കാരണം ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അബിക്കുട്ടനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 5 ദിവസം അഡ്മിറ്റ് ചെയ്തു കേട്ടോ. 5 ദിവസം അബിക്കുട്ടൻ ഫുഡൊന്നും കഴിച്ചില്ല, ചൂടുവെള്ളവും ചായയും മാത്രമാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിപ്പ് ഇറക്കി ഒരു 5 ദിവസം ഫുഡൊന്നും കഴിക്കാനൊന്നും ആകെ ടയേർഡായി. പിന്നെ പനി കുറയാത്തതുകൊണ്ട് അബിക്കുട്ടനെ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി രാവിലെ 4:30 മാവേലി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത്. ഒരു 6 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അബിക്കുട്ടന് പനിയായപ്പോൾ ഞാനും സൈഷേട്ടനും മാനസികം ആകെ തകർന്നു. കാരണം 2 ആഴ്ചയായിട്ടും പനി കുറയുന്നില്ല, ഫുഡൊന്നും കഴിക്കുന്നില്ല, ബെഡിൽ ഒരേ കിടത്ത് തന്നെയാണ്. അബിക്കുട്ടൻ നടക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങ് ആകെ വിഷമിച്ച്, അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. പിന്നെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു, അബിക്കുട്ടൻ നടക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫുഡ് കഴിക്കാതെ കിടന്നതിൻ്റെ ടയർഡാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം 2 ദിവസം നല്ല ടെസ്റ്റൊക്കെ ചെയ്തു, എല്ലാം ഫുള്ളും ടെസ്റ്റ് ചെയ്തു. അബിക്കുട്ടൻ എല്ലാം നോർമലാണെന്ന് കണ്ടെത്തി. പിന്നെ പനിക്കുള്ള ഗുളികകൾ ഒന്നും കൂടുതലൊന്നും കൊടുത്തില്ല, എല്ലാം കാൽസ്യം ഗുളികകളും വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെയാണ് കൂടുതലും അബിക്കുട്ടന് കൊടുത്തത്. അങ്ങനെ അവിടെ 5 ദിവസം കിടന്നിട്ട് അബിക്കുട്ടൻ്റെ പനി മെല്ലെ കുറഞ്ഞു വന്നു കേട്ടോ. പിന്നെ പഴയ രീതിയിൽ കളിയും ചിരിയൊക്കെ വന്നു. അപ്പോൾ എൻ്റെ മോൻ ഇതേപോലെ ഇന്ന് ചിരിച്ച് കണ്ടിട്ട് ഒരു 2 ആഴ്ച കൂടുതലായി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞാനും സൈഷേട്ടനും പിന്നെ സൈഷേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അത്രയും ദിവസവും. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആവാറായി. ഒരു സൺഡേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഡിസ്ചാർജ് എഴുതി തന്നു കേട്ടോ. പിന്നെ അബിക്കുട്ടൻ പഴയ രീതിയിലേക്ക് ആവാൻ തുടങ്ങി, ഫുഡൊക്കെ മെല്ലെ മെല്ലെ കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ ഞങ്ങളെ വാർഡിലുള്ള എല്ലാവരുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല ഒരു കുടുംബം പോലെ. എല്ലാവർക്കും പനിയാണ്, എല്ലാ കുട്ടികൾക്കും പനിയാണ്, പിന്നെ പല വിധത്തിലുള്ള പനികളായിരുന്നു. അപ്പോൾ അബിക്കുട്ടനാണെങ്കിൽ ഫുഡ് കഴിച്ച് പഴയ രീതിയിലേക്ക് ആയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ചു. അപ്പോൾ സൺഡേ ഞങ്ങളുടെ ഡിസ്ചാർജ് സമ്മർ റെഡി ആയില്ല, തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അബിക്കുട്ടനെ അവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും കേട്ടോ, അബിക്കുട്ടൻ്റെ കൂട്ടുകാരാണിത്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി പോകുന്നിടത്ത് അവർക്ക് നല്ല വിഷമമായിരുന്നു. പിന്നെ ഫോൺ നമ്പറൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ അന്നേ ദിവസം സൺഡേ രാത്രി ഒരു സംഭവം ഉണ്ടായി ഹോസ്പിറ്റലിൽ ഒരു 4 മണിക്കൂറോളം വൈദ്യുതി ഇല്ലായിരുന്നു. പുതിയ ജനറേറ്റർ സ്ഥാപിച്ചതിൻ്റെ എന്തോ തകരാറാണ് വൈദ്യുതി ഇല്ലാത്തതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്കും തന്നെ ചാനലുകാർ പോലീസുകാരൊക്കെ വന്ന് വലിയ ബഹളമായി, നല്ല പ്രക്ഷോഭമായി. ചാനലുകാരൊക്കെ ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട് ഓരോ രോഗികളോടും ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ പലതരം പേഷ്യൻറ്റുകളാണ് അവിടെ കിടക്കുന്നത്, വെന്റിലേറ്റർ കിടക്കുന്നവരുണ്ട്, ഓക്സിജൻ സിലിണ്ടർ വെച്ച് കിടക്കുന്നവരുണ്ട്. അവർക്കൊന്നും ഈ കറണ്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് നേരത്തേക്ക് അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മളവിടെ പെട്ടുപോയി, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കണം, കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഒരുപാട് രോഗികളാണ് അവിടെ ചികിത്സ തേടിയെത്തുന്നത്. അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയതിൽ പത്രക്കാരൊക്കെ നല്ല ബഹളമായിരുന്നു, രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴും ആ പ്രക്ഷോഭമൊന്നും നിന്നിരുന്നില്ല. അവിടെ ചാനലുകാരൊക്കെ വന്നുകൊണ്ടിരുന്നു, പിന്നെ പോലീസുകാരൊക്കെ അവിടെ നിലയുറപ്പിച്ചിരുന്നു. ഡോക്ടർമാർ മൊബൈൽ ടോർച്ച് വെളിച്ചത്തിലാണ് ഓപ്പറേഷൻ ചെയ്തതെന്നൊക്കെ നമ്മളെ വാർഡിൽ കിടക്കുന്നവരൊക്കെ പറയുന്നത് കേട്ടു. പിന്നീട് പവർ ബസ് വന്നാണ് ഹോസ്പിറ്റലിൽ കറണ്ട് വന്നത് കേട്ടോ. പിന്നീടുള്ള സംഭവമൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ രാവിലെ തന്നെ ഡിസ്ചാർജ് മേടിച്ചു, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് അബിക്കുട്ടനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരണം. ചെക്കപ്പ് ഉണ്ട്, ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ടെസ്റ്റിനും കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ അബിക്കുട്ടനെ പേടിക്കാനില്ല. അങ്ങനെ തീരുന്ന നാളുകളായിരുന്നു ഈ കഴിഞ്ഞ 2 ആഴ്ചയും. പിന്നീടാണ് നമുക്ക് സന്തോഷമായത്, അബിക്കുട്ടൻ നല്ല ഹാപ്പി ആയി തുടങ്ങി. അങ്ങനെ അബിക്കുട്ടൻ ഒരുപാട് ടയേർഡായി, ഫുഡൊന്നും കഴിക്കാതെ കിടന്നുകൊണ്ട്. അപ്പോൾ ഇനി അബിക്കുട്ടനെ സ്കൂളിലൊന്നും വിടാതെ കുറേ നാൾ റെസ്റ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് ട്രെയിനിലാണ് സൈഷേൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ അബിക്കുട്ടന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ദൈവത്തോടും നന്ദി പറയുന്നു. പിന്നെ എന്താ പറയുക, ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്